മണപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിക്ക് പോയ ട്രാവലർ മറിഞ്ഞ് കഴിഞ്ഞ ദിവസം കുറെ ആൾക്കാർ നമ്മളെ മരിച്ചു വരും. അതിന്റെ ശരിക്കുള്ള കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാവലർ വണ്ടി കൊണ്ടാണ് പോയത്. അപ്പൊ ട്രാവലർ ആയതുകൊണ്ടാണ് അത്രയും പ്രശ്നം വന്നത്. ഈ ട്രാവലറിന്റെ ബ്രേക്ക് സിസ്റ്റം ഭയങ്കര ഫെയിലിയർ ആണ് എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് ആണ്. അതിന് ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ല. അതിന് ആ ഒരു വീല് വെച്ചല്ല ഈ വണ്ടി ഓടേണ്ടത്. അതിന് കുറച്ചുകൂടി വലിപ്പമുള്ള വീതി കൂടിയൊരു ബ്രേക്ക്. അങ്ങനെ ടയറിന്റെ വീതി കൂടുമ്പോഴാണ് ഈ സാധനം നിലത്ത് പിടിക്കുന്നത്. ടാറിങ് നമ്മുടെ റോഡ് റബ്ബർ കൊണ്ടുണ്ടാക്കി ടയറും റബ്ബർ കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ടയറിന് കുറച്ചുകൂടി വീതി, ഇപ്പോഴുള്ള വീതിയുടെ ഇരട്ടി വീതിയൊക്കെ ഉണ്ടെങ്കിൽ ട്രാവലർ നിൽക്കത്തുള്ളൂ. അപ്പൊ ടയറിന് വലിപ്പം കുറവ്. അതല്ലെങ്കിൽ 2 ടയറും എയർ ബ്രേക്കും ഒക്കെ ഉള്ള രീതിയിൽ ട്രാവലർ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇത്ര ആളുകളും ഇത്രയും വെയിറ്റും ഒക്കെ വെച്ച് ഈ വണ്ടി റോഡിൽ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അത് കൊടുക്കേണ്ടതാണ്. 2 ടയറും എയർ ബ്രേക്കും വേണ്ട ഒരു ബോഡിയിലാണ് ഈ കാറിന്റെ പോലത്തെ ഒരു ബ്രേക്ക് വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു ഭയങ്കര പ്രശ്നമാണ്. ഈ ടെമ്പോ ട്രാവലറിന്റെ ബ്രേക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കംപ്ലൈന്റ് ആണ്. നമ്മുടെ ഇറക്കം ഇങ്ങനെ ഒരു 3 കിലോമീറ്റർ ചവിട്ടി പോവുകയാണെങ്കിൽ ഇതിന്റെ പടൽ വാങ്ങും. ഇതിന്റെ ബ്രേക്ക് ഷൂ അവിടെ തീ പിടിക്കും, അതല്ലെങ്കിൽ ചൂടാവും. അങ്ങനെ ബ്രേക്ക് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഈ ടെമ്പോ ട്രാവലറിനുള്ളത്. ഈ 10-40 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക്, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് അവർ ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ട്രാവലർ ഓടി ചുരം ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ നമ്മൾ ഈ വണ്ടി കൊടുത്തു വിടുമ്പം എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ ഈ കൊടുത്തു വിടുകയാണെങ്കിൽ, നല്ല 10-40 വയസ്സ് പ്രായമുള്ള ഒരാളുടെ കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്കറിയാം ഇതിന്റെ പരിചയം വെച്ച് അവര് വണ്ടി തിരിച്ചു വരും. വണ്ടി ഓട്ടം വിളിക്കുന്ന ആൾക്കാരോട് കുറച്ച് കാര്യം പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ ഈ ടെമ്പോ ട്രാവലറിന്റെ ബ്രേക്ക് കംപ്ലൈന്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ പണ്ട് MVD ഒക്കെ നമ്മൾ ലൈസൻസ് എടുക്കാൻ സമയത്ത് പഠിപ്പിക്കും. ഒരു വണ്ടിക്ക് ഇറക്കം ഇറങ്ങുന്നത് ഏത് ഗിയറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറ്റം ഏത് ഗിയർ ഇട്ടാണോ ആ കയറ്റം കയറി വരാൻ കഴിയുന്നത്, അപ്പൊ ആ ഒരു ഗിയർ ഇട്ട് ഇറക്കം ഇറങ്ങി പോകണമെന്നാണ് പറയുന്നത്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി അത്രയും പിടിച്ച് പതുക്കെ ഇറങ്ങി പോവാണെങ്കിൽ പഴയ കാലത്തെ വണ്ടിയുടെ കാര്യമാണ് ഈ പറയുന്നത്. പഴയ നമ്മുടെ ജീപ്പിന്റെ ഒക്കെ കാര്യമാണ് ഈ പറഞ്ഞേക്കുന്നത്. എങ്കിലും ഈ ട്രാവലർ പോലുള്ള വണ്ടികളും ഈ സിസ്റ്റം ഉപയോഗിച്ചാണ് ഇറങ്ങി പോകേണ്ടത്. നമ്മളൊരു കാറിനകത്ത് 5 പേരൊക്കെയാണ് കയറുന്നെങ്കിൽ, 4 പേരൊക്കെയാണ് കയറുന്നെങ്കിൽ ആ കാർ എന്ത് ചെയ്യും? ഈ അതിൻ്റെതായ ആ ബ്രേക്ക് ഉപയോഗിച്ച് അതിന് പോകാൻ പറ്റും. ആ കാറിനകത്ത് ഒരു 10 പേര് കയറിയാൽ അത്ര ആ ബ്രേക്ക് പോരാ ഈ പറഞ്ഞ സിസ്റ്റം അനുസരിച്ച്. എന്ന് പറഞ്ഞാൽ കയറ്റം കയറുമ്പം ഏത് ഗിയർ അതേ ഗിയറിൽ തന്നെ ഇറങ്ങണമെന്ന രീതിയിൽ ഗിയർ ഇട്ട് 10 സെക്കൻഡൊക്കെ ഇട്ട് ഇറങ്ങി പോയാൽ 10 പേര് കയറി ഒരു കാർ എന്ത് ചെയ്യത്തുള്ളൂ? അങ്ങ് ചെല്ലത്തുള്ളൂ. ചെറിയ കാറിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഈ ട്രാവലർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെയാണ്. ഇതൊരു 4-5 പേർക്ക് പോകാൻ പറ്റിയ ഒരു ബോഡിയും ബ്രേക്ക് സിസ്റ്റം ഒക്കെ ഈ വണ്ടിക്കുള്ളൂ. അപ്പൊ അതിനകത്ത് 10ഉം 15ഉം പേരാണ് കയറുന്നത്. ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 14 സീറ്റ് 12 സീറ്റുള്ള വണ്ടിയാ വേണ്ടെങ്കിൽ ഒരു ബോഡി തരും. അപ്പൊ ഇതിന് ഇനി 17 സീറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? ബാക്കിൽ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് നീട്ടും. അതൊരു 36 സീറ്റാണെങ്കിൽ ഈ ബാക്കി വെച്ച് വീണ്ടും കൂട്ടും. ഇങ്ങനെ നീളം കൂട്ടി ഒരു വലിയൊരു പേടകം ഉണ്ടാക്കി തന്നിട്ടാണ് ട്രാവലർ നമുക്ക് തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫോഴ്സ് കമ്പനിക്കാർ നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അവർക്കിത് അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അല്ല, അവർ പൊട്ടന്മാരൊന്നുമല്ല. അവർക്കറിയാം ഈ വണ്ടിക്ക് ഈ ബ്രേക്ക് പോരായിരുന്നു. പക്ഷെ ഈ ബ്രേക്ക് ഇട്ടും ഈ ടയറും വെച്ച് വണ്ടി വിടുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ടയർ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മൈലേജ് 6 കുറയും. അപ്പൊ ആൾക്കാർ എടുക്കുക ഈ വണ്ടി. പണ്ട് ഉണ്ടാക്കി ബെൻസ് ആണെന്നൊക്കെ ചൊല്ലി പറയുന്നത്. അപ്പൊ ഈ ബെൻസുമായിട്ട് ഈ വണ്ടിക്ക് ഇപ്പോൾ ഒരു ബന്ധമില്ല. പണ്ടത്തെ കാര്യമൊക്കെയാണ് പറയുന്നത്. നമ്മൾ പണ്ട് ഈ ടാറ്റയും ബെൻസും കൂടെ ഒക്കെ കൂടിയിട്ട് വണ്ടി ഉണ്ടാക്കി നമുക്ക് ബെൻസ് എന്നും പറഞ്ഞ് ലോറി വരുമായിരുന്നു. നമ്മൾ ബെൻസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ബെൻസ് എന്നുള്ള പേര് എവിടെ കേട്ടാലും നമ്മൾ അത് വിളിക്കാൻ ആൾക്കാർക്ക് ഒരു പടിയില്ല, ചാടിക്കറി വിളിക്കും. പക്ഷെ സംഭവം ടാറ്റ തന്നെയാണ് നമുക്ക് കൊണ്ടു തരുന്നതെങ്കിൽ നമ്മൾ ടാറ്റയുടെ കാര്യം പറയുന്നത് ബെൻസ് എന്നാണ് പറയുന്നത്. സംഭവം ബെൻസുകാർ എഞ്ചിൻ തരുന്നു, അങ്ങനെയൊക്കെയാണ് ഇവരുണ്ടാക്കുന്നത്. പക്ഷെ ഈ കഥ നമ്മളിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ബെൻസും ഇവരൊന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ശരിക്കും ഫോഴ്സിന് പോലും നമുക്കിപ്പോൾ ഈ വണ്ടി തന്നു കഴിഞ്ഞാൽ ഇവർ നമുക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. ആള് പോയി അത് ആ വണ്ടിയുടെ വിശേഷം വെച്ച് ഓണറെ പിടിക്കുക, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇന്ന് മേടിക്കുക. അതൊക്കെ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. വണ്ടി നിങ്ങൾ വിളിക്കുമ്പം റേറ്റ് കുറച്ചുള്ള വണ്ടി വിളിക്കാതെ വണ്ടി റേറ്റ് ഒക്കെ കൊടുത്ത് ഡീസൽ അടിച്ച് വേണമല്ലോ വണ്ടി പോകാൻ, റേറ്റ് കൊടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറെ വെച്ച് വണ്ടി വേണമെന്ന് പറയുക. അങ്ങനെയാണ് നിങ്ങൾ ഓട്ടം വിളിക്കേണ്ടത്. ലാഭം നോക്കി മാത്രം വിളിക്കരുത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മൈലേജ് നോക്കുന്നവരാണ്. മൈലേജ് നോക്കും, സേഫ്റ്റി നോക്കും. ഈ താഴെയിലെ ഫോട്ടോ കണ്ട് നോക്കിക്കഴിഞ്ഞാൽ ട്രാവലറിന്റെ ടയർ എത്ര ചെറുതാണ് നമുക്ക് ആ ഫോട്ടോയിൽ നിന്ന് തന്നെ മനസ്സിലാവും.